ഹായ്, നമുക്കൊരു സ്ഥലം വരെ പോയി വരാമല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചേട്ടാ പോവാന്നുള്ളത്. അപ്പം അങ്ങനെ എന്തായാലും രണ്ടും കൽപ്പിച്ചൊരു ഉച്ച സമയം. ഞാൻ കുറേ ദിവസമായിട്ട് റീലിൽ ഇങ്ങനെ കാണുമായിരുന്നു പൊട്ട് വെള്ളരിയെ കുറിച്ചിട്ട്. ഭയങ്കരമായിട്ട് അതിൻ്റെ ജ്യൂസും കാര്യങ്ങളൊക്കെ കാണും. എന്നാലും അതൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിന്. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ച് ഏകദേശം 2.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. മോനെയും കൂട്ടി പൊയിനാഴ്ചയിൽ അവിടെ അവർ കൃഷി ചെയ്യുന്ന കൃഷിയിടത്തിലേക്ക് തന്നെ പോവാനാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ പോകുമ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് അവർ ഉച്ചവരെ ഉണ്ടായുള്ളൂ. പിന്നെ അവർ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അവിടുന്ന് കുറച്ച് 15 കിലോമീറ്റർ അങ്ങോട്ട് ബദിയടുക്കയിലേക്ക് പോകേണ്ടി. അങ്ങനെ പോയി അവിടുന്ന് വാങ്ങി ഒരു ഓറഞ്ച് ബത്തക്കയും കൂടി വാങ്ങണമെന്ന് ചോദിച്ചു. അതുണ്ടായില്ല. അങ്ങനെ യെല്ലോ ബത്തക്കയും കുറച്ച് കുക്കുംബറും ഇതൊക്കെ എടുത്ത് തിരിച്ചു വന്നു. അപ്പോൾ ടേസ്റ്റ് ഒരു പച്ചക്കറി വെള്ളരി തന്നെ, അതിൻ്റെ ഒരു വാട്ടർ കണ്ടൻറ്റ് കൂടുമ്പോൾ ഒരു സോഫ്റ്റ് ആവുന്നൊരു സ്ട്രക്ചർ. അപ്പോൾ അത് വാങ്ങി വന്നു. അപ്പോൾ പിന്നത് ജ്യൂസ് അടിക്കണം, നോക്കണം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ആ പോകുന്ന വഴിക്ക് നല്ല രസമുള്ള സ്ഥലമായിരുന്നു. എന്തൊരു ഭംഗി. അപ്പോൾ കാസർഗോഡ് ഇത്രയും ഭംഗിയുള്ള ചില ഉൾപ്രദേശങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാട്ടോ കണ്ടത്. പിന്നെ ഉച്ച സമയമായതുകൊണ്ട് അങ്ങനെ അവിടെ അധികം നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ആ ഒരു സൈഡ് കുറേ ചായ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ബാക്കി അടുത്തതിൽ